ഇവിടെ ഇരിക്കെ, അമ്മ ചോദിക്കട്ടെ എന്ത് പറ്റിയെന്ന്. ഇനി പറ, എന്തിനാ ബാത്റൂമിൽ നിന്ന് ദേവക്കുട്ടി കരഞ്ഞോണ്ട് ഓടി വന്നേ? എന്ത് പറ്റി? ആരാ ദേവനെ അവിടെ ഉപദ്രവിച്ചേ? അമ്മമ്മ വന്നോ? അമ്മമ്മ വന്നിട്ട് ദേവനെ വല്ലതും ചെയ്തോ? എന്താണെന്ന് പറ ദേവ. ആവണിയോട് അമ്മ ചോദിക്കട്ടെ. ആവണി, ആവണി, ഇങ്ങ് വന്നേ. ആവണി, അമ്മ അവളെ തെരഞ്ഞു പിടിക്കട്ടെ. നീ എവിടെ ഇരിക്കും? ആവണി, ഒന്നിങ്ങ് വന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒളിച്ചിരിക്കുന്നേ, ഇങ്ങ് വന്നേ. ഒളിച്ചിരിക്കുവാണോ? അമ്മ നിന്നെ കുറെ വിളിച്ചല്ലോ, എന്താ വരാത്തേ? ദേവിക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചു. ദേവിക്ക് എന്താ വേണ്ടേ? അമ്മ എന്താ അച്ഛയോട് പറയണ്ടേ? പറ. എനിക്ക് അമ്മേ ടോയ്സ് മതി. എനിക്ക് കളിക്കാനേ ടോയ്സ് ആണ് ഇഷ്ടം. അച്ഛ വിളിക്കുമ്പോ അമ്മ പറഞ്ഞോളാട്ടോ, എന്റെ ദേവിക്ക് ടോയ്സ് ആണ് ഇഷ്ടമെന്ന്. എവിടെ? അവിടെ എവിടെയെന്നാ പറഞ്ഞേ? അമ്മ കണ്ടില്ലല്ലോ. അവിടെ ഇറങ്ങി വാ. ആദ്യം അടിക്കില്ല, ഒന്നിന് വേഗം വന്നേ. അവിടെ ആന്റി സത്യം പറ. ആന്റി എന്നെ അടിക്കില്ലാന്ന് സത്യം പറ. അതെ അവിടെ ആന്റി നിന്നെ അടിക്കില്ല, ഒന്ന് ഇറങ്ങി വന്നേ. എത്ര നേരമായി ആന്റി വിളിക്കുന്നു, ഇങ്ങ് വന്നേ. ഒരു കാര്യം പറയട്ടെ. അടിക്കില്ലടോ, ഇങ്ങ് വന്നേ. ആന്റി ഒരു കാര്യം സംസാരിക്കട്ടെ. ദേവിയുടെ അടുത്തിരിക്കെ. ആന്റി ആവണിയോടും ദേവയോടും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ദേവക്കുട്ടി ഒന്നിങ്ങ് തിരിഞ്ഞേ. ആവണി, നമ്മള് ആരെയും വെറുതെയും കാര്യത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. ആവണിക്ക് അറിയോ അത്? തമാശക്ക് പോലും നമ്മള് ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, കേട്ടോ ആവണി? പറഞ്ഞപ്പോ ദേവിനെ വെറുതെ സോറി ആന്റി, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല.
ചെറുപ്പത്തിലേ നമ്മൾ നല്ല ശീലങ്ങളാണ് വളർത്തിയെടുക്കേണ്ടത്. ദുഷ്ട സ്വഭാവത്തിലൊന്നും നമുക്കിടയിൽ പാടില്ല ആവണി. ഇനിയൊന്നും കാട്ടില്ല ആന്റി. ആന്റി